സ്റ്റീലിൽ ബിൽഡിംഗ് പണിയണോ കോൺക്രീറ്റിൽ ബിൽഡിംഗ് പണിയണോ? ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാനും കൺഫ്യൂസ്ഡാണ്. സ്റ്റീലല്ലേ നല്ലത്, ടെൻസൈൽ സ്ട്രെങ്തും കൺസ്ട്രക്ഷൻ ഈസിനെസ്സിനും. ശരിയാണ്, നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നതെന്നതും മറന്നു പോരുത്. കാര്യം കേരളത്തിലെ ലോഡിങ് അൺലോഡിങ് ചാർജ് ആരും മിണ്ടാറില്ല. കാര്യം ഞാൻ ഈയിടെയായിട്ട് കോയമ്പത്തൂർ ഒരു ആവശ്യമായിട്ട് പോയപ്പോൾ അവിടെ കണ്ടത് സ്റ്റീൽ കൺസ്ട്രക്ഷൻ്റെ മാർവലസ് എൻജിനീയറിങ് പ്രിസിഷനും സ്പീഡുമാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. IIT മദ്രാസ് നേതൃത്വത്തിൽ 6 ദിവസം കൊണ്ടൊരു ബിൽഡിംഗ് പണിതു. എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല? സിമ്പിളാണ്. അത് കോൺട്രവേഴ്സി ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ലോഡിങ് അൺലോഡിങ് നിയമം തന്നെയാണ്. കാര്യം നമ്മുടെ ഇവിടെ രാവിലെ 8 മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ തൊഴിലാളികൾ വർക്ക് ചെയ്യാറുള്ളൂ. ആ സമയത്ത് നമുക്ക് പണി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അടുത്ത വില്ലൻ എന്ന് പറയുന്നത് KSABയുടെ വയറാണ്. ഈ നമ്മൾ ക്രെയിൻ വെച്ച് ഇത് പൊക്കിയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ വയറുകൾ തട്ടും. പിന്നെ ഈ ക്രെയിൻ പൊക്കുമ്പോൾ യൂണിയൻകാർ പ്രശ്നം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓവർകം ചെയ്ത് നമുക്ക് സ്റ്റീൽ ചെയ്യാം. പിന്നെ എൻജിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ സ്റ്റീൽ നല്ല തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൺസിഡർ ചെയ്യേണ്ട, കേരളം എന്ന് പറയുന്ന ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ്. അപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് വളരെ അടുത്തുള്ളതായതുകൊണ്ട് കൊറോഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആൻറ്റി കൊറോസീവ് ട്രീറ്റ്മെൻറ്റ് കൂടെ നമ്മൾ സെക്ഷൻസിൽ ചെയ്യുമ്പോൾ ഓവറോൾ RCCയുടെ അതായത് കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ കോസ്റ്റിൻ്റെ സൂപ്പർസൈഡ് ചെയ്യും. അപ്പോൾ ഇത് എവിടെയാണ് ഗുണമെന്ന് പറഞ്ഞാൽ, ഒന്ന് ഫാസ്റ്റായിട്ട് കൺസ്ട്രക്ഷൻ ആവശ്യമുള്ളിടത്ത് വെയർ ഹൗസ്, അവിടെ നമുക്ക് പൈസയല്ല ടൈമാണ് പ്രഷ്യസ്. രണ്ടെന്ന് പറയുന്നത് ഈ ലീസ്ഡ് ലാൻഡ്. പലപ്പോഴും ലാൻഡിൻ്റെ പ്രൈസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ലീസ് എടുത്താണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ കണ്ടുവരുന്ന ഒരു പ്രവണത. ഷോറൂംസ്, സൂപ്പർ മാർക്കറ്റൊക്കെ പണിയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇത് റീയൂസ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് ഇത് ലാഭമാണ്. പക്ഷേ ഒരു വീട് ഇത് പ്രാക്ടിക്കലാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. പക്ഷേ ഇത് സബ്ജക്റ്റീവാണ്. ചിലർക്ക് അത് ആവാം, ചിലർക്ക് ആവാതിരിക്കാം. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ സ്റ്റീൽ സ്ട്രക്ചർ വീടുകൾക്ക് അനിവാര്യമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ജാക്ക് കൺസ്ട്രക്ഷൻ്റെ ഓഫീസ് നമ്മൾ സ്റ്റീലിൽ ഒരു ഷോറൂമായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിന് ചെയ്തു എന്ന് പറഞ്ഞാൽ, പലപ്പോഴും സ്റ്റീലിൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു സ്ട്രക്ചർ എക്സ്പീരിയൻസ് കസ്റ്റമർക്ക് കിട്ടുന്നില്ല. ജാക്ക് കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് നമ്മുടെ ഓഫീസ് തന്നെ ഇതിൻ്റെ ഒരു മോഡലാക്കി ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ ഓഫീസിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യും വെദർ യു വാണ്ട് ഓർ നോട്ട്. കാര്യം പല സ്ഥലങ്ങളിലും നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ കാണണമെങ്കിൽ വളരെ റിമോട്ടായിട്ടൊക്കെ പോയി ട്രാവൽ ചെയ്തും ബുദ്ധിമുട്ടേണ്ടതുണ്ട്. ജാക്ക് കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് നമ്മുടെ ഓഫീസിൽ തന്നെ നമ്മൾ എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.